ജീവിക്കാൻ മുന്നോട്ട് യാതൊരു വഴിയും കാണുന്നില്ല എന്ന അവസ്ഥയിലായിരിക്കുന്നവർക്ക് വേണ്ടി മാത്രമാണ് ഇന്നത്തെ ഈ ദൈവിക ആലോചന പ്രത്യേകമായിട്ട് പറയുന്നത്. ഇന്ന് നിങ്ങൾക്ക് ഞാൻ നൽകുന്ന വചനം, അത് ഉരുവിടുക, ഉരുവിടുക, ഉരുവിടുക. ആ വചനം ഉരുവിട്ട് പ്രാർത്ഥിക്കുക മാത്രം ചെയ്യുക. നിങ്ങളുടെ മുമ്പിൽ സംഭവിക്കാൻ പോകുന്നത് ഒരു വലിയ മഹാത്ഭുതം തന്നെ ആയിരിക്കും. ഇന്നത്തെ പ്രവചന ദൂതിലേക്ക് എല്ലാവർക്കും വലിയ സന്തോഷത്തോടെ യേശു ക്രിസ്തുവിന്റെ സ്നേഹം നിറഞ്ഞ നാമത്തിൽ സന്തോഷപൂർവ്വം ക്രിസ്തീയ വന്ദനം. 16-ാം സങ്കീർത്തനത്തിന്റെ 11-ാമത്തെ വചനം ഇപ്രകാരമാണ്: ജീവന്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും, നിന്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയും നിന്റെ വലതു ഭാഗത്ത് എന്നും പ്രമോദങ്ങളുമുണ്ട്. പലപ്പോഴും എന്ത് ചെയ്യണമെന്നറിയത്തില്ല, ഇനി മുന്നോട്ട് എങ്ങനെയാണ് കാര്യങ്ങളെന്നറിയില്ല, ഒരു വഴിയും ഞാൻ കാണുന്നില്ല തുടങ്ങിയ സങ്കടങ്ങളിൽ നമ്മൾ പലപ്പോഴും സ്റ്റക്കായി നിൽക്കാറുണ്ട്. ഇങ്ങനെ ആയിപ്പോകുന്ന നേരങ്ങളിൽ ദൈവമേ എനിക്കൊരു വഴി കാണിച്ചു തരണമേ എന്ന് നമ്മൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ്. അപ്രകാരം പ്രാർത്ഥിക്കുമ്പോഴും വേണ്ട വിധം ഉത്തരം ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ അതിന്റെ വേഗതയിൽ പലപ്പോഴും ദൈവത്തിൽ നിന്ന് ഇടപെടൽ കിട്ടാതെ നമ്മൾ എല്ലാവരും സങ്കടപ്പെട്ടു പോകാറുണ്ട്. എന്നാൽ അങ്ങനെയുള്ള സങ്കടങ്ങളെ വേരോടെ പറിച്ചു കളഞ്ഞിട്ട് നമ്മുടെ ജീവിതത്തിൽ നാം പ്രാർത്ഥിക്കാൻ തുടങ്ങുന്ന ആ സമയം തന്നെ നമ്മുടെ മുമ്പിൽ അത്ഭുതകരമായ രൂപാന്തരങ്ങളെ, വഴികളെ തുറക്കുന്ന ഒരു അത്ഭുത ശക്തിയുള്ള ഒരു പരിശുദ്ധ വചനമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിരിക്കുന്ന 16-ാം സങ്കീർത്തനത്തിന്റെ ഈ 11-ാമത്തെ വചനം. ആ വചനത്തിന്റെ മർമ്മം ഇങ്ങനെയാണ്: ജീവന്റെ വഴി ദൈവം കാണിക്കും. ഇന്ന് രാവിലെ മുന്നോട്ട് പോകാൻ വാതിലില്ലാതെ, വഴിയില്ലാതെ, സാഹചര്യങ്ങളോ അവസരങ്ങളോ ഇല്ലാതെ, സഹായിക്കാൻ ഒരു വ്യക്തി പോലും ഇല്ലാതെ ഭാരപ്പെടുന്നവരെല്ലാം ഈ വചനം ഒന്ന് ഉരുവിടുക. ജീവന്റെ വഴി യേശു എനിക്ക് കാണിച്ചു തരും, ജീവന്റെ വഴി എനിക്കങ്ങ് കാണിച്ചു തരും. ഈ വാക്ക് നമ്മൾ പറയുമ്പോൾ ഒരു വഴി കാണുന്നില്ലല്ലോ, എനിക്ക് മുന്നോട്ട് പോകാൻ നിർവാഹമില്ലല്ലോ എന്നുള്ള നമ്മുടെ ഒരു ആശയക്കുഴപ്പത്തിന്റെ മീതെ നമ്മൾ നമ്മുടെ വിശ്വാസത്തെ നമ്മൾ ശക്തിയോടുകൂടെ പ്രതിഷ്ഠിക്കുന്ന ഒരു വാക്കായി ഇത് മാറുകയാണ്. 100% നിങ്ങളിത് പറയാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ അന്തരീക്ഷങ്ങളിൽ നിങ്ങളുടെ വഴി അടച്ചു വെച്ചിരിക്കുന്ന അന്ധകാര ശക്തികളുടെ പിടികൾ അയയാൻ തുടങ്ങും. എവിടെയൊക്കെയോ നിങ്ങളെ ബന്ധിച്ചു വെച്ചിരിക്കുന്ന, നിങ്ങളെ സ്തംഭിപ്പിച്ചിട്ടിരിക്കുന്ന ദുർബന്ധനങ്ങൾ, അതിൻ്റെ എല്ലാവിധ കരുത്തുകളും അഴിഞ്ഞു മാറിയിട്ട് ഇരുമ്പ് ചങ്ങലകൾ പൊട്ടിമാറുന്നത് പോലെ ജീവിതത്തിന്റെ പ്രശ്നങ്ങളുടെ സങ്കീർണമായിരിക്കുന്ന കരുത്തഴിഞ്ഞിട്ട് നിങ്ങൾക്ക് മുന്നോട്ടേക്ക് മൂവ് ചെയ്യാനുള്ള വാതായനങ്ങൾ തുറന്നു വരും. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ വചനം പറഞ്ഞ് ഇത് തന്നെ ഉരുവിട്ട് നിങ്ങളുടെ ആത്മാവിൽ അതിന്റെ ചൂട് കയറി പിടിക്കുന്ന ആ സമയത്ത് നിങ്ങളുടെ മുമ്പിൽ ക്ലാരിറ്റി ഉണ്ടാകും. എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യരുതാത്തത്. ആദ്യം നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന അടയാളം ഇതാണ്: നിങ്ങൾ ചെയ്യേണ്ടതും ചെയ്യരുതാത്തതുമായ കാര്യങ്ങൾ. അതായത് ഇപ്പോൾ ഞാൻ അതിന് കൈ കൊടുക്കണോ വേണ്ടായോ, ഞാൻ ആ കാര്യത്തിന് പോയി ഏർപ്പെടണോ വേണ്ടായോ, ഞാൻ അവർ വിളിച്ച വഴിക്ക് പോകണോ വേണ്ടായോ തുടങ്ങിയ നിരവധിയായിരിക്കുന്ന വിഷയങ്ങളിലെ ആശയക്കുഴപ്പങ്ങളെ ഇതിലൂടെ വെളിപ്പെട്ടു വരുന്ന ദൈവവചനത്തിന്റെ ശക്തിയുടെ ഊർജം അത് നിങ്ങൾക്ക് വ്യക്തമായിരിക്കുന്ന ഒരു ദിശാബോധം സൃഷ്ടിക്കും. നിങ്ങൾ വെക്കുന്നത് പിഴച്ചു പോകുന്നൊരു ചുവടായിരിക്കില്ല എന്ന് ആദ്യമേ തന്നെ ഞാൻ പറയട്ടെ. നമുക്കിന്ന് രാവിലെ വളരെ ശക്തിയോട് ഉരുവിടാം: ജീവന്റെ വഴി ദൈവം എനിക്ക് കാണിച്ചു തരും. ആ വചനം ഉരുവിട്ട് തുടങ്ങുക. വേണമെങ്കിൽ കൈമേൽ അത് എഴുതിയിട്ടോ, ഒരു പേപ്പറിൽ എഴുതി വേണമെങ്കിൽ കയ്യിൽ വെച്ചോ. നിങ്ങൾക്കതൊരു വലിയ വിടുതലായി തീരാൻ പോകുകയാണ്. സ്നേഹം നിറഞ്ഞവരെ, അടഞ്ഞുപോയ വാതിലുകൾക്ക് പകരം മനുഷ്യരായ നമ്മൾ നമ്മുടെ കണ്ണുകൾ കൊണ്ട് നമുക്ക് വേണ്ടി ഒരിക്കലും സഹായകമാകാത്ത അവസരങ്ങളെയും വ്യക്തികളെയും വാതിലുകളെയുമാണ് കണ്ടിട്ട് നിൽക്കുന്നതെങ്കിൽ, നിങ്ങളെ വിളിച്ചോളാമെന്ന് പറഞ്ഞിട്ട് നിങ്ങളെ ഒഴിവാക്കി വിട്ട ആ ഒരു സ്ഥാപനത്തെ നോക്കിയാണ് നിങ്ങൾ അവസാനമായി പടിയിറങ്ങിയതെങ്കിൽ, നിങ്ങളുടെ മുമ്പിൽ ഇതുവരെയും തുറക്കപ്പെടാത്ത ഭയങ്കരമായിരിക്കുന്ന വാതിലുകളെയും അവസരങ്ങളെയും നിങ്ങൾ ഈ വചനം ഉരുവിടുന്ന ആ മാത്രം നേരം മുതൽ ദൈവം നിങ്ങളുടെ ലൈഫിലേക്ക് പ്രത്യേകമായി കണക്ട് ചെയ്യും. ഇത് നിങ്ങൾ ഉരുവിടുന്ന സമയത്ത് നിങ്ങളൊരു കാന്തം പോലെയായി മാറും. ഞാൻ വ്യക്തമായി നിങ്ങളോട് പറയുന്നു, ലോകത്തിന്റെ ഏത് കോണിലായാലും നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആകുന്ന ഓപ്പർച്യൂണിറ്റികൾ നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടും. നിങ്ങൾ ആയിരിക്കുന്നിടത്തേക്ക് അത് നിങ്ങളെ തേടി വരും. ഏലിയാ വരുന്നിടത്തേക്ക് ഒരു കാക്ക അദ്ദേഹത്തിന് വേണ്ട ആഹാരവുമായി പറന്നു വന്നതിനെ കുറിച്ച് ദൈവത്തിന്റെ വചനം പറയുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടി ജീവന്റെ വഴി ദൈവം കാണിച്ചു തരുമെന്ന് നിങ്ങൾ വിശ്വസിക്കാൻ തുടങ്ങുമ്പോൾ, നിങ്ങൾ അത് ഉരുവിടാൻ തുടങ്ങുമ്പോൾ, നിങ്ങൾ ഇരിക്കുന്ന ഇടത്തേക്ക് നിങ്ങൾക്ക് വേണ്ടത് പല വഴികളിൽ നിന്ന്, വിവിധ മുഖാന്തരങ്ങളിൽ നിന്ന് അത് നിങ്ങളെ തേടി ഇങ്ങോട്ടേക്ക് വരുന്ന ഒരു അത്ഭുതകരമായ കാഴ്ച നിങ്ങൾ വ്യക്തമായി കണ്ടിരിക്കും. നിങ്ങൾ ഈ വചനം ഉരുവിടുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഭാഗ്യം കൊണ്ടോ യാദൃച്ഛികമായോ നടന്നു എന്ന് ചിന്തിക്കുന്ന ചില കാര്യങ്ങൾക്ക് നിങ്ങൾ സാക്ഷികളാകും. അതായത്
ഇതെനിക്ക് സൗഭാഗ്യകരമായി ഒരു ലക്കിനാലാണ് എനിക്കിത് കിട്ടിയത്, അല്ല എനിക്കിത് അവിചാരിതമായിട്ട് കിട്ടിയതാണ് എന്ന് നിങ്ങൾ പറയുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിന്റെ മേൽ നടക്കും. കാരണം ഈ വചനം ഉരുവിടുന്നതിനാൽ മാത്രം ജീവിതത്തിന്റെ വഴിയിൽ നിങ്ങൾ തേടി നടക്കുന്ന ചില കാര്യങ്ങളെ നിങ്ങൾ കണ്ടുമുട്ടും. ബൈബിളിൽ ഒരു സ്ത്രീ ജീവിതത്തിലെ കൊടിയ ക്ഷാമകാലത്ത് ജീവിക്കാൻ നിർവാഹമില്ലാതെ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു. എന്നാൽ ആ സ്ത്രീയുടെ ആത്മഹത്യാ സമയത്തിന് തൊട്ടു മുൻപ് അവളുടെ ലൈഫിലേക്ക് ദൈവം ഒരു പ്രവാചകനെ അയച്ചു. അദ്ദേഹത്തിന്റെ പേര് ഏലിയാവ് എന്നായിരുന്നു. സാരേഫാത്തിലെ വിധവ എന്നായിരുന്നു ആ സ്ത്രീയെ ബൈബിൾ പരിചയപ്പെടുത്തുന്നത്. ആ സ്ത്രീയുടെ ലൈഫിലേക്ക് ഏലിയ പ്രവാചകൻ ചെന്നത് മുഖാന്തരം അവളുടെ ജീവിതമാർഗം മുട്ടിപ്പോയ സമയത്ത്, ആ ക്ഷാമകാലം തീർന്നു പോകുന്ന കാലത്തോളം അവളുടെ വീട്ടിലെ ആഹാരം പഞ്ഞം വരാതെ കുറഞ്ഞു പോകാതെ അവളുടെ മാവിട്ട് വെച്ചിരിക്കുന്ന പാത്രത്തെ ദൈവം അനുഗ്രഹിക്കുകയും ക്ഷാമം പുറത്ത് കൊടുമ്പിരി കൊള്ളുമ്പോഴും അത് ദിവസം അവൾക്ക് ആവശ്യമായിരിക്കുന്ന ആഹാരം അവൾക്ക് ഉണ്ടാക്കിയെടുക്കത്തക്ക വിധം അവളുടെ പാത്രത്തിൽ ദൈവം ഒരു സമൃദ്ധിയെ തുറന്നു കൊടുക്കുകയും ചെയ്തു. അക്ഷയ പാത്രങ്ങൾ പോലെ സമൃദ്ധി വറ്റിപ്പോകാത്ത ചില ഉറവകളെ ദൈവം നമ്മുടെ ജീവിതത്തിൽ തുറക്കേണ്ടതിന്, ജീവിതം വഴിമുട്ടിപ്പോകുന്ന സമയത്ത് നമ്മളെ സഹായിക്കാൻ ചില ഡെസ്റ്റിനി ഹെൽപ്പേഴ്സിനെ ദൈവം അയക്കും. അതൊരു സുഹൃത്താകാം, അതൊരു പഴയ ബന്ധമാകാം, പുതുതായി നിങ്ങളോട് കരുണ തോന്നുന്ന ഒരു പുതിയ വ്യക്തിയാകാം, പുതിയൊരു ഓർഗനൈസേഷൻ ആകാം, ഏതെങ്കിലും ഒരു സ്ഥാപനം പ്രത്യേകമായിട്ടുള്ളതാകാം. നിങ്ങൾക്ക് വേണ്ടി അങ്ങനെ ഒന്ന് ദൈവം ഒരുക്കുക തന്നെ ചെയ്യും. പ്രിയപ്പെട്ടവരെ, കോവിഡിന്റെ സമയത്ത് എല്ലാവരും ദുരിതത്തിലും പ്രശ്നങ്ങളുടെയും കടന്നുപോയ നേരത്ത് ഞങ്ങളെ സഹായിക്കാൻ ദൈവം അങ്ങനെ ഒരു സ്ഥാപനത്തെ ഒരുക്കിയിരുന്നു. ജീവിതത്തിൽ പല സാഹചര്യങ്ങളും നമ്മൾ എങ്ങനെയെന്ന് ചോദിക്കുന്ന നേരങ്ങളിൽ ജീവന്റെ വഴി ദൈവം കാണിച്ചു തരുമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച സമയത്തൊക്കെയും ഞങ്ങൾ പോലും ചിന്തിക്കാത്ത, ഞങ്ങളെ മുൻപരിചയം പോലും ഇല്ലാത്ത അനേകരെ സഹായത്തിനായിട്ട് ദൈവം ഞങ്ങളുടെ ലൈഫിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതത്തിലും ഇപ്രകാരമുള്ള ഉറവിടങ്ങളെ ദൈവം തുറക്കും. നിങ്ങൾ ഈ വചനം ഉരുവിടുക, നിങ്ങളും ഇങ്ങനെയുള്ള ചില മുഖാന്തരങ്ങളെ വ്യക്തമായി കണ്ടുമുട്ടുക തന്നെ ചെയ്യും. നമ്മൾ ഈ വചനം ഉരുവിടുമ്പോൾ നമ്മുടെ ചുറ്റും നടക്കുന്ന ചില കാര്യങ്ങൾ കൂടെ നമ്മൾ മനസ്സിലാക്കണം. പലപ്പോഴും നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയത്തില്ലെങ്കിലും എൻ്റെ പ്രാർത്ഥനാ സമയങ്ങളിൽ ഞാൻ എൻ്റെ വെളിപ്പാടിന്റെ കണ്ണുകളിൽ കണ്ടിട്ടുള്ള ചില കാര്യങ്ങൾ പറയാം. നമ്മൾ ജീവിക്കുന്ന ഈ ഒരു അന്തരീക്ഷം, രാത്രിയായാലും പകലായാലും, അത് മറ്റൊരു പ്രകാശപൂരിതമായ ഒരു എനർജിക് ഫീൽഡാണ്. അവിടെ നമ്മൾ ഈ വചനം ഉരുവിടുന്ന സമയത്ത് നമ്മളുടെ ചുറ്റും നമ്മൾക്ക് പ്രകാശം കൂടി വരുന്നത് പോലെയുള്ളതായ ഒരു സാഹചര്യമാണ് സൃഷ്ടിക്കപ്പെടുന്നത്. നമ്മുടെ ജീവിതത്തെ മറച്ചു കളയാനും നമ്മളെ ഇരുട്ടിലാക്കാനും വേണ്ടി നിൽക്കുന്ന ചില അദൃശ്യ ലോകത്തിന്റെ നെഗറ്റീവ് ശക്തി മണ്ഡലങ്ങളെ നമ്മളിൽ നിന്നും ഉടലെടുക്കുന്ന ഈ ഒരു വചന പ്രഖ്യാപനത്തിലൂടെ വെളിപ്പെട്ടു വരുന്ന ഊർജം അതിനെ തകർത്ത് തരിപ്പണമാക്കി കളയും. ഇത് തകർന്ന് തരിപ്പണമാക്കി കളയുമ്പോൾ തന്നെ നമുക്ക് എന്തൊക്കെയോ ഭാരം കുറഞ്ഞതുപോലെയും നമ്മുടെ ജീവിതത്തിൽ ഒരു വിടുതൽ ഉണ്ടായതുപോലെയും ഒക്കെയുള്ള ഒരു ഫീൽ നമുക്ക് കിട്ടും. എന്തോ നിരാശ നിറഞ്ഞ അവസ്ഥയിൽ നിന്നും എന്തോ സംഭവിക്കാൻ പോകുന്നു എന്നുള്ള ഒരു പുതിയ പ്രതീക്ഷ നമ്മുടെ അകത്ത് പെട്ടെന്ന് ആളിക്കത്തി കയറി വരും. നിങ്ങളിത് പറഞ്ഞു തുടങ്ങുമ്പോൾ, നിങ്ങളിത് ഉരുവിടാൻ തുടങ്ങുമ്പോൾ ജീവന്റെ വഴി കാണാൻ പോവുകയാണ്. ജീവിതത്തിൽ പുതിയൊരു വഴി തുറക്കപ്പെടാൻ പോവുകയാണ്. ജീവിക്കാൻ എനിക്കൊരു അവസരം ദൈവം തരാൻ പോവുകയാണ്. ഏത് വഴിമുട്ടിയവരും, മരണത്തിന്റെ വക്കിൽ നിൽക്കുന്നവരും, രക്ഷപ്പെടത്തില്ലെന്ന് പറയുന്നവരും ഈ വചനം ഉരുവിടുന്ന നേരത്ത് അവരുടെ ലൈഫിൽ മാറ്റങ്ങൾ ഉണ്ടാകും. നിങ്ങളൊരു പക്ഷേ ഏതെങ്കിലും ഒരു മാരക രോഗത്തിന്റെ 4th സ്റ്റേജിലായിരിക്കാം എന്നെ കേൾക്കുന്നത്. പക്ഷെ ജീവിതത്തിൽ പുതിയ വഴി ദൈവം തുറക്കുന്നു എന്ന് നിങ്ങൾ പറയൂ. നിങ്ങളുടെ ശരീരത്തിൽ വരും ദിവസങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാകും. നിങ്ങൾ കടബാധ്യത കൊണ്ട് നട്ടം തിരിഞ്ഞായിരിക്കാം എന്റെ വാക്കുകളെ കേൾക്കുന്നത്. ദൈവം വാതിൽ തുറക്കുമെന്ന് നിങ്ങൾ വിശ്വസിച്ച് പറയൂ. നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ അവസരങ്ങൾ നിങ്ങളെ തേടി വരും. നിങ്ങളെ ഇനിയും ജോലിയിൽ എടുക്കത്തില്ല എന്ന് പറഞ്ഞ് നിങ്ങളെ ഏജ് ഓവർ ആയതിന്റെ പേരിലോ മറ്റു പല കാരണങ്ങളുടെ പേരിലോ നിങ്ങളെ ഒരു പക്ഷേ ചില ഇടങ്ങളിൽ നിന്നും പുറത്താക്കിയിട്ടുണ്ടാകും. പക്ഷെ നിങ്ങൾ ഇത് പറയൂ. സവിശേഷമായ പുതിയ പദവികൾ നിങ്ങൾക്ക് വേണ്ടി ഡിസൈൻ ചെയ്യപ്പെടുന്നത് നിങ്ങൾ കാണും. ദൈവത്തിന്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഇത് പറയാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ ജീവിതം സാക്ഷിയാകാൻ പോകുന്നത് ഇന്ന് വരെ നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് നിങ്ങൾ കണ്ടിട്ടില്ലാത്ത വിചിത്രമായ കുറെ അധികം അത്ഭുത കാര്യങ്ങൾക്കാണ്. ഒരുപക്ഷെ നിങ്ങളുടെ ബുദ്ധി പോലും നിങ്ങളോട് ചോദിക്കും, ഇതൊക്കെ എങ്ങനെ? പക്ഷേ ഈ വചനം ഉരുവിടുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി ദൈവം നൽകുന്ന ഒരു സ്പെഷ്യൽ ഗിഫ്റ്റാണിത്. ഈ വചനം പറയുക, മരണം തോറ്റുപോകുന്നത് നിങ്ങൾ കാണും, രോഗം തോറ്റുപോകുന്നത് നിങ്ങൾ കാണും. കാരണം ഇത് ജീവന്റെ വഴിയെക്കുറിച്ചാണ് പറയുന്നത്, മരണത്തെക്കുറിച്ചോ തകർച്ചയെക്കുറിച്ചോ അല്ല. നിങ്ങൾ മരണമേ ഇനി മുമ്പിലുള്ളൂ എന്ന് കരുതുന്ന ഒരു സാഹചര്യത്തിൽ പോലും, ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്ന് കരുതുന്ന ഒരു സങ്കടത്തിന്റെ മുമ്പിൽ പോലും ഈ വചനം പറയുമ്പോൾ ഈ വചനം നിങ്ങളെ പ്രത്യേകമായി അനുഗ്രഹിക്കുകയാണ്. ഇത് നിങ്ങൾക്ക് വേണ്ടി തുറക്കുന്ന അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിൽ ആരെയും ആശ്ചര്യപ്പെടുത്തുന്ന വിധം അതിന്റെ ഫലം ഉയർന്ന് തന്നെ വരും. നമുക്ക് പ്രാർത്ഥിക്കാം. എന്നോടുകൂടെ ഈ വചനം ഉരുവിടുവാനും പ്രാർത്ഥിക്കുവാനും നിങ്ങൾ തയ്യാറാവൂ. കർത്താവായ യേശുവേ, ഞങ്ങൾ വിശ്വസിക്കുകയാണ് അങ്ങയുടെ ഈ പരിശുദ്ധമായ വചനത്തെ. ജീവന്റെ വഴി അങ്ങ് എനിക്ക് കാണിച്ചു തരും. എന്റെ കണ്ണിന്റെ മുമ്പിൽ ഇറങ്ങി വന്ന് നിന്നിട്ട്, ഇതാണ് നിനക്ക് ഞാൻ നൽകുന്ന വഴി, ഇതാണ് ഞാൻ നിനക്ക് നൽകുന്ന പുതിയ അവസരം
ഇതാണ് നിന്റെ ഭാവിയുടെ അടുത്ത ചുവടുവെപ്പ് എന്ന നിലയിൽ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ഇന്ന് വരെയും ഇടപെടാത്ത വിധത്തിൽ ശക്തിയോടുകൂടെ വെളിപ്പെട്ട് വന്ന് ഞങ്ങൾക്ക് വേണ്ടത് ഒരുക്കിത്തരുന്ന ഒരു വലിയ കൃപ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുക്കുന്നത് ഞങ്ങൾ വിശ്വസിക്കുന്നു. ജീവന്റെ വഴി അങ്ങെനിക്ക് കാണിച്ചു തരും. ജീവിക്കാനുള്ള വഴി അങ്ങെനിക്ക് കാണിച്ചു തരും. വഴിമുട്ടിയ ജീവിതത്തിന്റെ മുമ്പിൽ ഒരു പുതുവഴി അങ്ങെനിക്ക് കാണിച്ചു തരും. ജീവന്റെ വഴി അങ്ങെനിക്ക് കാണിച്ചു തരും. ജീവന്റെ വഴി അങ്ങെനിക്ക് കാണിച്ചു തരും. ഈ ജീവിതത്തിൽ ഇതുവരെയും ഞാൻ കണ്ടിട്ടില്ലാത്ത ഒരു പുതിയ വഴി യേശുവിൻ നാമത്തിൽ ഇന്ന് ഞാൻ കാണും. ജീവന്റെ വഴി എൻ്റെ ദൈവം എനിക്ക് കാണിച്ചു തരും. ജീവന്റെ വഴി എൻ്റെ ദൈവം എനിക്ക് കാണിച്ചു തരും. ഞാൻ ജീവന്റെ പുതുക്കത്തിൽ ആ വഴിയെ നടക്കും. സന്തോഷത്തോടെ ഞാനത് സ്വീകരിക്കും. യേശുവിൻ നാമത്തിൽ മരണം തോറ്റുപോകുന്നു. യേശുവിൻ നാമത്തിൽ നിരാശകൾ മാറിപ്പോകുന്നു. യേശുവിന്റെ നാമത്തിൽ ബാധ്യതകൾ ഇല്ലാതാകുന്നു. യേശുവിന്റെ നാമത്തിൽ സന്തോഷങ്ങൾ ഒത്തുചേരുന്നു. യേശുവിൻ നാമത്തിൽ വെറുപ്പും വിദ്വേഷവും പടിയിറങ്ങുന്നു. യേശുവിന്റെ നാമത്തിൽ ആഹ്ലാദങ്ങൾ എന്റെ ഭവനത്തിലേക്ക് കയറി വരുന്നു. യേശുവിന്റെ നാമത്തിൽ സമൃദ്ധി എന്ന സ്ഥാപനത്തിലേക്ക് വരുന്നു. ഞാൻ ഇടപെടുന്നയിടത്തും ഞാൻ പോകുന്ന കാര്യങ്ങളിലും ദൈവം എനിക്ക് അനുകൂലമായിരിക്കുന്ന പുതിയ വഴികളെ സൃഷ്ടിക്കുന്നു. ജീവന്റെ വഴി അങ്ങ് എനിക്ക് കാണിച്ചു തരും. കർത്താവേ, ഈ വചനം ഇന്ന് പകൽ ആരൊക്കെ തങ്ങളുടെ നാവിൽ എടുക്കുന്നുണ്ടോ, ആരുടെയൊക്കെ അധരങ്ങളിൽ അവരവരുടേതായ ശബ്ദത്തിൽ അവരവരുടേതായ ട്യൂണിൽ ആരെല്ലാം ഈ വചനത്തെ ഉരുവിടുന്നുണ്ടോ അവർക്കൊക്കെയും ഇത് ഭവിക്കട്ടെ. അവരുടെയൊക്കെ മുമ്പിൽ ഇതിന്റെ അത്ഭുതം വെളിപ്പെടുമാറാകട്ടെ. യേശു ക്രിസ്തു ഇന്ന് പകൽ ഇത് ഉരുവിടുന്ന സകലരെയും അനുഗ്രഹിക്കുവാൻ ഇവരുടെ ജീവിതത്തിന്റെ അരികിൽ പ്രത്യക്ഷപ്പെടുന്നതിനായിട്ട് സ്തോത്രം. ക്രിസ്തയേശുവിന്റെ മഹത്വപൂർണമായ നാമത്തിൽ എന്റെ പ്രാർത്ഥന കേൾക്കണം സ്വർഗീയ പിതാവേ, ആമേൻ. കർത്താവ് നിങ്ങളെ തൊട്ടനുഗ്രഹിച്ചിരിക്കുകയാണ്. ഉരുവിട്ടു തുടങ്ങുക, അത്ഭുതങ്ങളെ പ്രാപിക്കുക. ഗോഡ് ബ്ലസ് യു.